കലിയുഗത്തിൽ മുത്തപ്പൻ അവതരിച്ച കഥയാണ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാടിക്കുറ്റിയമ്മയുടെയും അയ്യങ്കര വാഴുന്നവരുടെയും മകനായി വളർന്ന അയ്യങ്കര ഉണ്ണി എന്ന മുത്തപ്പൻ ബ്രാഹ്മണവിധിയിൽ ജീവിക്കാത്തതിനാലും മത്സ്യമാംസാദികൾ കഴിക്കുന്നതിനാലും മറ്റ് ബ്രാഹ്മണർ വാഴുന്നവരെ പരിഹസിക്കാൻ തുടങ്ങി. നാട്ടിലൂടെ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. ഒരു ദിവസം ദേഷ്യം സഹിക്കവയ്യാതെ വാഴുന്നോർ പാടിക്കുറ്റിയമ്മയോട് ഇങ്ങനെ പറഞ്ഞു: എല്ലാ ദുഃഖങ്ങളും തീർന്നെന്ന് കരുതിയതാണ്. എന്നാൽ നിന്റെ മകൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. ആകയാൽ നീയും മകനും ഈ ഇല്ലത്ത് സുഖമായി ജീവിച്ചു കൊള്ളുക. ഞാൻ ഈ ഇല്ലം വിട്ട് പോകുന്നു. ഇത് കേട്ട പാടിക്കുറ്റിയമ്മ കരഞ്ഞു തളർന്നു. ഉടനെ തന്നെ മുത്തപ്പൻ പാടിക്കുറ്റിയമ്മയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇനി മുതൽ ഞാനിവിടെ നിൽക്കില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും അമ്മയെ അറിയിക്കുന്നതായിരിക്കും. അച്ഛനെ അമ്മ സമാധാനിപ്പിക്കണം. അച്ഛനെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്കാവുന്നില്ല. അമ്മ എന്നെ എപ്പോൾ മനസ്സിൽ വിചാരിച്ചാലും അപ്പോൾ തന്നെ ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉണ്ണി മുറിക്കകത്ത് കയറി കതകുകൾ അടച്ചു. അടഞ്ഞ വാതിലിന് മുന്നിൽ നിന്ന് അമ്മ ഒരുപാട് കരഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ മകനെ വിളിച്ചു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടുകൂടി വാതിൽ തുറക്കപ്പെട്ടു. മകന്റെ സ്ഥാനത്ത് അമ്പും വില്ലും എടുത്ത് സംഹാര രൂപത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഉടയാടകൾ ധരിച്ച് തിളക്കമുള്ള കണ്ണുകളിൽ നിന്നും തീ പാറുന്ന ഒരു രൂപത്തെയാണ് കണ്ടത്. അവൻ്റെ കണ്ണുകളിൽ നിന്നും തീജ്വാലകൾ പറക്കാൻ തുടങ്ങി. ചുറ്റുപാടുമുള്ള വൃക്ഷലതാദികളെല്ലാം കത്തിച്ചാമ്പലായി. ഉണ്ണിയുടെ രൗദ്രഭാവം കണ്ട് അമ്മ ഭയന്നു. അപ്പോഴാണ് തൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പാടിക്കുറ്റിയമ്മയ്ക്ക് മനസ്സിലായത്. അമ്മ ഉണ്ണിയുടെ കാൽക്കൽ വീണ് ഭഗവാനേ എന്ന് വിളിച്ചു. ഉടൻ തന്നെ സംഹാരരൂപിയായ മകൻ ശാന്തനായി തൻ്റെ അച്ഛനെയും അമ്മയെയും അനുഗ്രഹിച്ചു. ശേഷം ഇല്ലം വിട്ടു പോകാനൊരുങ്ങി. ഈ സമയം പാടിക്കുറ്റിയമ്മ ഗദ്ഗതമായി ഒരു അപേക്ഷ സമർപ്പിച്ചു. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കാനായി പിറവിയെടുത്ത എൻ്റെ ഉണ്ണിക്ക് തീ പാറുന്ന കണ്ണുകൾ പാടില്ല. അതുകൊണ്ട് പൊയ്ക്കണ്ണ് ധരിക്കണം. എല്ലാം അറിയുന്ന മുത്തപ്പൻ ഭഗവാൻ ഈ ആവശ്യം അംഗീകരിച്ചു. ശാന്തസ്വരൂപിയായ ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് അമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെ കുന്നത്തൂർ പാടിയിലേക്ക് പോകാനായി തീരുമാനിച്ചു. കൂട്ടിന് 4 ചെന്നായ്ക്കളെയും 2 പുലിക്കിടാങ്ങളെയും കൂട്ടി പോകുന്ന വഴി തിരുവൻകടവിലെത്തി തിരുനെറ്റിക്കല്ലിൽ പൂവിട്ടു വന്ദിച്ചു. ആ പാറയുടെ മുകളിൽ വെച്ചാണ് പാടിക്കുറ്റിയമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടിയത്. കുന്നത്തൂർ പാടിയിലേക്കുള്ള മുത്തപ്പൻ്റെ യാത്ര പാർട്ട് 4.